കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എങ്ങോട്ടാ അബി പോന്നെ? നിങ്ങളെ വിളിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് വരികയായിരുന്നു അങ്കിൾ. എന്താ ഭാസ്കർ പറയുന്നേ? ഞാൻ തന്നെ പോയി അങ്കിളിനെ കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ ഇനിയും വന്നില്ല എന്ന് പറഞ്ഞും ഏട്ടൻ ഞങ്ങളോട് ദേഷ്യപ്പെടുമായിരുന്നു. ചടങ്ങുകളൊക്കെ പിന്നെ ചെയ്യാന്നും പറഞ്ഞും ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങി പോവുക ചെയ്തേ. സോറി അങ്കിളെ, ഞാൻ അവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു. ആന്റി അങ്കിളും എന്നോട് ക്ഷമിക്കണം. അയ്യോ, എന്താ അബി പറയുന്നത്? കല്യാണത്തിന് നേരത്തെ വരാൻ കഴിയാത്തതേ നീ വേണം ഞങ്ങളോട് ക്ഷമിക്കാൻ. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ശുഭകാര്യം മാറ്റിവെച്ചിട്ട് വരണോ മോനെ? കല്യാണമാണ് പ്രധാനം. ഞങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കാൻ പാടില്ല. എന്തായാലും ഞങ്ങൾ എത്തിയല്ലോ. ഭാസ്കർ, അഖിൽ, അബിയെ കൂട്ടിക്കൊണ്ടുപോയി വേഗം റെഡിയാക്ക്. ഭാബി ചെല്ലബി. സന്ധ്യയില്ലാത്തതിൽ വിഷമിക്കണോ? ഇത്രയും നല്ല മരുമകനെ കിട്ടിയതിൽ സന്തോഷിക്കണോ? ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ സന്ധ്യ എങ്ങും പോയിട്ടില്ല. വസുവിന്റെ രൂപത്തിൽ തിരിച്ചെത്തിയല്ലോ. വരൂ, അകത്തേക്ക് പോകാം. ഏട്ടത്തി എന്തായി പറയുന്നത്? അതേ എടുത്തി, അതിലെന്താ തെറ്റ്? എന്തായാലും അവര് വസുവിന്റെ സ്വന്തം അച്ഛനമ്മയൊന്നല്ലല്ലോ, അമ്മായി അമ്മാവനല്ലേ. അങ്ങനെയായാലും വസു അവരെ സ്വന്തം അച്ഛനും അമ്മയുമായിട്ടാ കാണുന്നത്. അങ്ങനെയുള്ളപ്പോ സന്ധ്യയുടെ അമ്മയെ കൊണ്ട് എങ്ങനെയാ ആദ്യം ചടങ്ങ് നടത്തുക? അതിനവര് സമ്മതിക്കുവോ? എന്തായാലും അവര് പെൺവീട്ടുകാരല്ലേ, സമ്മതിക്കാതെ വേറെ വഴിയില്ലല്ലോ. കുട്ടികളുടെ ജന്മദിനത്തിന് തലേ ദിവസം സന്ധ്യയുടെ അച്ഛനമ്മ പുതിയ ഡ്രസ്സ് കൊടുത്തപ്പോ വസു അത് കൈനീട്ടി വാങ്ങിയില്ലേ? ദാ ഇന്നലെ പോലും സന്ധ്യയുടെ ആഭരണങ്ങൾ കൊടുത്തപ്പോ അവൾ അതും വാങ്ങിയില്ലേ? അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഇതും സമ്മതിക്കാലോ. ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നമാവോ എന്തോ? ഏട്ടത്തി ഇങ്ങനെ എല്ലാത്തിനും വഴങ്ങുന്നോണ്ടാ അവള് തലേ കയറി നിരങ്ങുന്നത്. നമ്മളവരെ തരം താഴ്ത്തി കാട്ടുകയെന്നല്ലോ. സന്ധ്യ ഇല്ലെങ്കിൽ കൂടിയും അവളുടെ അച്ഛനും അമ്മയും നമ്മൾ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഈ നാട്ടുകാർ മുഴുവനും പറയല്ലോ ഏടത്തി. ഇപ്പൊ അഭിമോനും കൂടെ സന്ധ്യയുടെ അച്ഛനും അമ്മയും ഇവിടെ വരാത്തതിന് അഖിലിനോടും ഭാസ്കറിനോടും വഴക്കുണ്ടാക്കിയതേ ഉള്ളൂ. സന്ധ്യയുടെ അച്ഛനും അമ്മയ്ക്കും പകരം ഏട്ടത്തെയാണ് കൈപിടിച്ച് കൊടുക്കുന്നെങ്കിൽ അബിക്ക് പോലെ ഏട്ടത്തിയോടുള്ള ഇഷ്ടം കൂടുകയുള്ളൂ. സന്ധ്യയുടെ അച്ഛനും അമ്മയ്ക്ക് അത് വളരെ സന്തോഷാവുകയും ചെയ്യും. പറയുന്നതെല്ലാം ശരി തന്നെയാ. പക്ഷേ ഏട്ടത്തി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. ഏട്ടത്തി പറഞ്ഞ അവർക്ക് സമ്മതിക്കാതെ വഴിയില്ല. ഏട്ടത്തിയുടെ വാക്ക് ധിക്കരിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഇല്ല. ഇത്തരം അവസരങ്ങളിലാണ് ഏട്ടത്തി ആരാണെന്ന് കാണിക്കേണ്ടത്. വാ എടുത്തി പോവാം. എന്താ എടുത്തി, വാ പോവാം. എവിടെ ജയന്തി പോയത്? നമുക്ക് ചടങ്ങുകൾ വേഗം ആരംഭിക്കണ്ടേ? ആദ്യം ഇവർക്കല്ലേ ചടങ്ങ് തുടങ്ങേണ്ടത്? അതേ ഏട്ടത്തി അത് ആദ്യം ചെയ്യേണ്ടത്.
ഇനി പെൺകുട്ടികൾക്ക് മഞ്ഞൾ തേക്കണം. ഈശ്വരൻ എനിക്ക് അതിനുള്ള ഭാഗ്യം തന്നില്ലല്ലോ. ശരി എടുത്തി, വാ പോവാം. വരന്മാർക്ക് മഞ്ഞൾ തേച്ചു കഴിഞ്ഞു, ഇനി വധുക്കൾക്കും ആവാം. സുശീല അവിടുന്ന് നിന്നേ. മകൾക്ക് ആദ്യം സന്ധ്യയുടെ അമ്മ ചടങ്ങ് നടത്തട്ടെ. എന്താ ചേച്ചി പറയുന്നത്? വസുവിന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവരമ്മയല്ല, അമ്മായിയാ. അതിനിപ്പോ എന്താ? ഞാൻ തന്നെ ആദ്യം ചടങ്ങ് ചെയ്യണമെന്നുണ്ടോ? നിങ്ങൾ സന്ധ്യയുടെ സ്ഥാനമാ വസുവിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഈ ബഹുമാനം തരുന്നു. പക്ഷെ ചേച്ചി, അത് പിന്നെ എന്താ ചേച്ചി, എന്തിനാ ഇങ്ങനെ മടിക്കുന്നത്? സന്ധ്യയുടെ അമ്മയല്ലേ, നിങ്ങൾക്ക് ഈ ബഹുമാനം കിട്ടണം. സന്തോഷമായിട്ട് ചെയ്യുന്നേ. അമ്മ എന്ന് നമ്മൾ എത്ര തവണ വിളിച്ചാലും അമ്മായി അമ്മായി തന്നെയാ. നിങ്ങൾ തന്നെ ഈ കുട്ടിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ കുട്ടിക്ക് മഞ്ഞൾ പൂശണം. അത് ചേച്ചി, അത് സാരമില്ല. നിങ്ങൾ വസുവിന് സ്വന്തം മകളുടെ സ്ഥാനം കൊടുത്തില്ലേ? പുതിയ ഡ്രസ്സും ആഭരണവും എല്ലാം കൊടുത്തില്ലേ? അവളെ സ്വന്തം മോളായല്ലേ കാണുന്നേ? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ തന്നെ ആദ്യം ചടങ്ങ് ചെയ്തോളൂ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തോളാം. അവര് സമ്മതിച്ചല്ലോ, ഇനി താമസിക്കണ്ട. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ. ആ ചേച്ചി, ഇനി ചേച്ചി വെച്ചോ. ചാന്തത്തൊട്ടില്ലേ നീ ചന്ദനത്തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ. ചാന്തത്തൊട്ടില്ലേ നീ ചന്ദനത്തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ. ചാന്തത്തൊട്ടില്ലേ.
ഇനി രണ്ടുപേരും പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റുവാ. എന്തിനാ വസു തുടക്കുന്നേ? നീ ഇപ്പൊ കുളിക്കാൻ പോവല്ലേ? ഒന്നും സംഭവിക്കാത്ത പോലെ അമ്മയ്ക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ? അതിനെന്താ നടന്നേ? എന്ത് സംഭവിച്ചെന്നോ? അല്ല, എന്താ സംഭവിച്ച വസു? അവരമ്മയെ അവിടെ വെച്ച് ഇത്രയൊക്കെ അപമാനിച്ചിട്ടും എന്തിനാ ഒന്നും മിണ്ടാതെല്ലാം സഹിച്ചത്? അതെങ്ങനെ അപമാനമാകും വസു? എനിക്ക് ആദ്യം മഞ്ഞൾ ചാർത്തേണ്ടത് അമ്മയാ. ഇങ്ങനെ വാശി കാണിച്ച് അവരെന്തിനാ എനിക്ക് ആദ്യം ചാർത്തിയത്? ആര് ചെയ്താൽ എന്താ വസു? അവര് നിനക്ക് അമ്മയെ പോലെയല്ലേ? അവരുടെ മോളുടെ സ്ഥാനത്തേക്കല്ലേ നീ പോകുന്നേ? അമ്മയുടെ സ്ഥാനം എന്താണെന്ന് തീരുമാനിക്കാൻ അവരാരാ അമ്മേ? നിങ്ങൾ എനിക്ക് അമ്മയല്ല അമ്മയാണെന്ന് പറയാൻ അവരാരാ? അമ്മയെ വേദനിപ്പിക്കാനുള്ള അധികാരം അവർക്ക് ആരെ കൊടുത്തത്? എനിക്കതില് വിഷമമൊന്നുമില്ല വസു. എനിക്ക് നല്ല സന്തോഷം തന്നെയാ. ആണോ? അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കണ്ണ് എന്തിനാ നിറഞ്ഞത്? എന്തിനാ കണ്ണീര് തുടച്ചു കളഞ്ഞ്? അങ്ങനെയൊന്നും ഇല്ല വസു. എന്നോട് കള്ളം പറയണ്ട അമ്മേ. എന്റെ മുഖത്ത് നോക്കി പറയേ. പറയമ്മേ. അതെ, എനിക്ക് വിഷമം തോന്നി. എന്റെ മോക്ക് ആദ്യം ഞാൻ തന്നെ ചടങ്ങ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പെൺവീട്ടുകാരല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? പെണ്ണ് വീട്ടുകാരായതുകൊണ്ട് നമ്മളെന്താ മനുഷ്യരല്ലേ? നമുക്കൊരു മനസ്സില്ലേ? നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും പിങ്കി. ആവശ്യമില്ലാതെ നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ചെറിയ കാര്യങ്ങളെ വലുതാക്കാതെ വസു. ഇത് ചെറിയ കാര്യമല്ല പിങ്കി. അമ്മയെ അപമാനിക്കാൻ വേണ്ടി അവര് മനഃപൂർവ്വം അങ്ങനെ ചെയ്തത്. ഇല്ല വസു, സന്ധ്യയുടെ അമ്മയായതുകൊണ്ട് അവർക്ക് ആ ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ച അത്രേ ഉള്ളു കാര്യം. അവർക്ക് മര്യാദ കൊടുക്കണമെന്ന് വിചാരിച്ച് അമ്മയെ അപമാനിക്കുന്നത് ശരിയാണോ അമ്മേ? നിങ്ങൾ അമ്മയല്ല അമ്മായിയമ്മയാണെന്ന് അവര് പറയാൻ പാടുണ്ടോ? അവര് കാഷ്വൽ ആയിട്ടായിരിക്കും പറഞ്ഞത് വസു. നീയാ അത് സീരിയസ് ആയിട്ട് എടുത്തത്. എന്റെ അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഞാൻ സഹിക്കില്ല പിങ്കി. അതെന്റെ അമ്മായിയമ്മ ആവാൻ പോകുന്നവരാണെങ്കിലും വേറെ ആരാണെങ്കിലും ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എന്റെ അമ്മയെ അപമാനിച്ചാലോ വിഷമിപ്പിച്ചാലോ എനിക്കത് താങ്ങാൻ പറ്റില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വസു. നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ തന്നെയല്ലേ ആദ്യം നിനക്ക് ചടങ്ങ് ചെയ്തേ. ഇതങ്ങ് മറന്നേക്കും മോളെ. അമ്മ ഇങ്ങനെ എല്ലാം സഹിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അമ്മ. അമ്മ എന്ന നിലയില് എന്റെ മേളിൽ അമ്മയ്ക്കുള്ള അധികാരവും അവകാശവും അമ്മയുടെ വാത്സല്യവും വേറെ ആർക്കും കൊടുക്കരുത് അമ്മ. അതെനിക്ക് ഇഷ്ടമല്ല. ശരി, അതൊക്കെ വിട്ടേക്കാനല്ലേ പറഞ്ഞത്. അത് വിട്ടേക്ക്. ഇതുപോലെ എല്ലാം വിട്ടുകൊടുത്തോണ്ടിരുന്ന അവരിനി എന്തൊക്കെയായിരിക്കും കാണിക്കാൻ പോകുന്നത്? ഇനി വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വസു. വാ, വന്ന് നീ കുളിക്കാദ്യം. വാ വസു, വരാന്നല്ലേ പറഞ്ഞേ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? വസുവിന്റെ പേരെന്തിനാ സന്ധ്യയെന്ന് മാറ്റുന്നേ? അതിലെന്താ ഇത്ര തെറ്റുള്ളത്? കല്യാണം കഴിയുമ്പോ അച്ഛന്റെ പേര് ഭർത്താവിന്റെ പേരായിട്ട് മാറ്റില്ലേ? ചില കുടുംബങ്ങളിൽ പേരിന് ബലം പോരെന്ന് തോന്നിയാൽ കല്യാണ സമയത്ത് പെണ്ണിന്റെ പേര് മാറ്റും. പക്ഷേ അബിയുടെയും വസുവിന്റെയും പേരില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ജ്യോത്സ്യരോട് ഞങ്ങൾ ചോദിച്ചതാ. പേര് ചേർച്ചയില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ചേച്ചി.
ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സിൽ ഒരാൾക്ക് ഇതുപോലെ സെക്കൻഡ് മാരേജ് നടക്കുകയുണ്ടായി. അബിയെ പോലെ തന്നെ ആ പയ്യന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണിന് ആദ്യത്തെ ഭാര്യയുടെ പേരിടുകയുണ്ടായി. അവര് രണ്ടുപേരും ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു. നോക്കുന്നേ, നിങ്ങളൊന്ന് പറയൂ. അങ്ങനെ തന്നെ അതേ പെങ്ങളെ, അവരിപ്പോ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ഒരു കാരണവുമില്ലാതെ പെണ്ണിന്റെ പേര് മാറ്റുന്നത് അതെങ്ങനെ ശരിയാവും? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? എനിക്കും അങ്ങനെയാ തോന്നുന്നയാളെയാ. നീ എന്തു പറയുന്നു രുക്മിണി? വസുവിന് സന്ധ്യയുടെ പേരിടുന്നത് നല്ലൊരു ആലോചനയാണ് ഏട്ടാ. നല്ല ചിന്തയല്ല, ഇതൊരു മഹത്തായ ചിന്ത തന്നെയാ. ഞങ്ങൾ സന്ധ്യയെപ്പറ്റി ഓർത്തിട്ട് ഒരുപാട് നാളായി. ഈ വിശേഷ സമയത്ത് ആ ഒരു പേര് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. സന്ധ്യ ഇല്ലാത്തതിന്റെ കുറവ് തീർന്നതുപോലെ ആവുമല്ലോ. അത് കറക്റ്റാണ്. പക്ഷേ വസു അത് സമ്മതിച്ചില്ലെങ്കിലോ? ഏട്ടനും എഴുത്തും ചേർന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് വേണം ജയന്തി? എനിക്കും ഇത് നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത്. സന്ധ്യയോട് നമ്മൾ കാണിക്കുന്ന കടമയായിരിക്കും അത്. അതുകൊണ്ട് തന്നെയാ ഞാനും അങ്ങനെ വിചാരിച്ചത് ചേച്ചി. നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നമ്മളിൽ നിന്നും അകന്നു പോകാൻ പാടില്ല. വീണ്ടും നമ്മളിലേക്ക് തന്നെ എത്തണം. സന്ധ്യ ഇല്ല എന്ന് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നേ? വസുവിനെ തന്നെ സന്ധ്യ എന്ന് വിളിച്ചാ സന്ധ്യ ഉള്ളതുപോലെ ആയില്ലേ? നല്ലൊരു തീരുമാനം തന്നെ ഇത്. ഈ ഞാൻ തന്നെ സന്ധ്യയുടെ പേര് പറഞ്ഞിട്ട് എത്ര നാളായെന്നോ. സന്ധ്യയുടെ പേര് പറയുമ്പോ തന്നെ മനസ്സിനകത്ത് അമൃതമഴ പെയ്ത പോലെയാ. എന്തായാലും വസുവിന് സന്ധ്യയുടെ ആഭരണങ്ങളെല്ലാം കൊടുത്തു എന്ന് പറയുന്നു. എന്നാ പിന്നെ പേരും കൂടി അങ്ങ് കൊടുത്തൂടെ? എവിടെയാണെങ്കിലും സന്ധ്യയുടെ ആത്മാവിന് സന്തോഷമാകുമല്ലോ. എന്തു പറയുന്നു ചേച്ചി? നിങ്ങൾക്ക് സമ്മതം തന്നെയല്ലേ? എന്റെ ഭർത്താവ് ശരിയാണെന്ന് പറഞ്ഞാ എനിക്കും അത് സമ്മതമാ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാ. പക്ഷേ അഭിയോടും കൂടി ഒന്ന് ആലോചിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ലേട്ടാ. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞ അഭിമോനെ എതിർത്തൊന്നും പറയില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വസുവിനെ സന്ധ്യയെന്ന് വിളിച്ചോളൂ. ഞങ്ങൾ പോയിട്ട് വരാം. വരും. വസുവിനെ സന്ധ്യ എന്ന് വിളിക്കുന്നതിൽ സന്തോഷമുള്ള കാര്യമല്ലേ? എനിക്കെന്തോ ഇത് തെറ്റായിട്ടാ തോന്നുന്നു രുക്മിണി. ആ കുട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത പേരിടാൻ പറയുക. നമ്മുടെ മകൾക്ക് വേണ്ടി ആ കുട്ടിയുടെ പേര് മാറ്റി വെറുതെ അവളെ വേദനിപ്പിക്കുകയാണെന്നാ തോന്നുന്നത്. അവള് വേദനിക്കണം. പേര് മാറിപ്പോയെന്ന് കരുതി ഓരോ നിമിഷവും കരയണം. മറ്റാരുടെയോ പേര് അവളെ വിളിക്കുമ്പോ ചെവിയിലേക്ക് തിളപ്പിച്ച ഈയ മുരുക്കി ഒഴിക്കുന്നത് പോലെ അവളുടെ ദേഹം മുഴുവൻ പൊള്ളണം. ഇതുകൊണ്ട് നമുക്ക് എന്ത് ലാഭമാ അമ്പികേ? നമുക്കോ നമ്മുടെ കൊച്ചുമക്കൾക്കോ നല്ലത് വരുമെന്ന് കരുതി വസുവിന്റെ പേര് മാറ്റുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാം വസുവിന്റെ സന്തോഷത്തിനാ, അവളുടെ നല്ലതിനു വേണ്ടിയിട്ടാ. കുട്ടിക്കാലം മുതൽ കേട്ടു വളർന്ന പേര് മാറ്റുന്നത് അവൾക്ക് എങ്ങനെ സന്തോഷമാകാനാ? ഒരിക്കലും ഉണ്ടാകില്ല. ആ പേരവളെ വിളിക്കുമ്പോഴെല്ലാം അവൾക്ക് നരകവേദനയാണ് ഉണ്ടാവുക. അവളുടെ കണ്ണ് നമ്മുടെ ബേബിയുടെ മേൽ പതിയില്ല. ബേബി സന്തോഷമായി സമാധാനത്തോടെ കഴിയും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്പിയെ. ഞാൻ മനസ്സിലാക്കി തരാം. സന്ധ്യ എന്നുള്ള പേരാണെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് എളുപ്പമായിരിക്കും. വസുവിന്റെ പേര് സന്ധ്യ എന്ന പേരിലേക്ക് മാറ്റുമ്പോൾ ആ വീട്ടിലുള്ളവരുമായി വസുവിന് ഇടപഴകാൻ വളരെ എളുപ്പമായിരിക്കും. അബിക്ക് യാതൊരുവിധ സങ്കടവും കൂടാതെ വസുവിന്റെ കൂടെ പെട്ടെന്ന് അടുക്കാൻ സാധിക്കും. വസുവിന് ഒരു വിഷമവും ഉണ്ടാവില്ല. വസു പുതിയ ആളാണെന്ന് മറന്ന് അവരെല്ലാരും സ്നേഹത്തോടെ തന്നെ ഇരിക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കും. ഒരു വിധത്തിൽ അത് നല്ലത് തന്നെയാ. പക്ഷേ വസു എന്ത് വിചാരിക്കുമെന്ന്? അവൾ എന്ത് വിചാരിച്ചാലും നമുക്കെന്താ? നമുക്ക് നമ്മുടെ ബേബി ഹാപ്പി ആയിരിക്കുന്നതാണ് പ്രധാനം.